Meet the editors. ഡീൽ ആരോപണം കഴിഞ്ഞ കുറച്ചു ദിവസമായി കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായി വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ പ്രതികരിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇതൊരു പൊരിഞ്ഞ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണോ? വാക്പോരാട്ടം. തീർച്ചയായും വാക്പോരാട്ടവും പോരാട്ടവും പൊരിഞ്ഞതു തന്നെ എന്നതിൽ സംശയമൊന്നുമില്ല. ഇനി പറഞ്ഞതുപോലെ എണ്ണം പറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഇപ്പോഴും ഇന്നലെ പറഞ്ഞതിന് സമാനമായി നമ്മൾ ഈ ഡീലുമായി ബന്ധപ്പെട്ടതും രാഷ്ട്രീയ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടതും ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടതുമായ വിവാദങ്ങളിലേക്കൊക്കെ തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് PDP-യുമായി നിങ്ങൾക്ക് ബന്ധമില്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് സാമുദായിക രാഷ്ട്രീയത്തിനും വിവാദ രാഷ്ട്രീയത്തിനും ഇടയ്ക്കു കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തീർക്കുകയാണ് കേരള രാഷ്ട്രീയം എന്ന് നമുക്ക് സംശയമൊന്നുമില്ലാതെ തന്നെ പറഞ്ഞു വെക്കാൻ കഴിയും തുടക്കത്തിൽ എന്നുള്ളതാണ്. ഇത് നോക്കൂ, ഇന്നിപ്പോൾ വി ഡി സതീശൻ സംസാരിച്ചു. ഇന്ന് വി ഡി സതീശൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് 2006 കാര്യങ്ങൾ ഓർമ്മയുണ്ട്. 2006 കാര്യങ്ങൾ ഇതുവരെയും ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ശരി, ഇതിപ്പോൾ ഒരു വാദത്തിന് വേണമെങ്കിൽ പറയാം. 2006 അദ്ദേഹം രണ്ടാമത്തെ തവണ MLA ആവാൻ പോവുകയാണ്. അദ്ദേഹം സ്വാഭാവികമായും ഒരു മണ്ഡലത്തിലെ MLA എന്ന നിലയ്ക്ക് ഒരു ദിവസം എത്രയോ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. അപ്പം ആ ദിവസത്തെ കാര്യം അങ്ങനെ തന്നെ ഓർമ്മയുണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ വിവാദം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇന്നലെയാണോ? അല്ല. 2006 കാര്യങ്ങൾ ഇതിനു മുൻപും പ്രതിപക്ഷ നേതാവിനോട് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവും അദ്ദേഹവും തമ്മിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. കേസിലേക്ക് പോകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഓർത്തെടുക്കാം, പോട്ടെ. ഇനിയിപ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പം ഓർമ്മയുണ്ടാകില്ല. ഫോട്ടോ കാണുമ്പോൾ ഓർമ്മയുണ്ടാകാതിരിക്കുമോ? ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളല്ലേ പ്രചരിച്ചത്. പക്ഷെ അപ്പോഴും അദ്ദേഹം ആ ദിവസം ഓർമ്മയില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇന്ന് വി ഡി സതീശൻ വ്യക്തമാക്കിയത് നല്ല ക്ലാരിറ്റിയോടുകൂടിയാണ്. ഒരു പക്ഷേ അദ്ദേഹം ഈ നില നേരത്തെ എടുക്കുകയായിരുന്നു എങ്കിൽ ഈ വിവാദം ഇത്ര പോകില്ലായിരുന്നു. മുമ്പ് ഈ 2013 സന്ദർശനവുമായി ബന്ധപ്പെട്ട RV ബാബു ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ 2006 ഞാൻ രണ്ടാമത് MLA മാത്രമാകുന്ന സമയമാണ്. 2006 ഒന്ന് ആലോചിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുനിൽ സാർ പറഞ്ഞതുപോലെ 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം 4 മാസം മാത്രം ശേഷിക്കെ ഒരു RSS വേദിയിൽ ഒരു RSS സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് നോക്കൂ, ഇത്രയും കാലത്തിന് ശേഷമുള്ളൊരു മറവി പോലെയല്ല ഇത്. 2002 2006 ആകുമ്പോഴേക്കും സാധാരണ രാഷ്ട്രീയ ബുദ്ധിയുള്ളവർ മറക്കുന്നതല്ല എന്ന്, ഇപ്പോഴും മറക്കുന്നതല്ല, എപ്പോഴും മറക്കുന്നതല്ല എന്നിരിക്കെ 4 വർഷത്തിന് ശേഷം മാത്രം ഒരു RSS പരിപാടിയിലേക്ക് പോയി നിൽക്കേണ്ടതുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തിപരമായി, വളരെ രാഷ്ട്രീയമായി വി ഡി സതീശൻ, അല്ലെങ്കിൽ പോകുന്നത് ആരാണോ അവർ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അപ്പോഴും 2006 പരിസരത്തിൽ RSSനെ ഇത്രമേൽ കാര്യഗൗരവത്തോടു കൂടി കേരളത്തിലെ രാഷ്ട്രീയത്തിലെ നേതാക്കളും കേരള സമൂഹവും തന്നെ കാണുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഇപ്പം 2014 BJP അധികാരത്തിൽ വരുന്ന സമയം മുതൽ ഇങ്ങോട്ടാണ് BJP രാഷ്ട്രീയം എന്നത്, അതിനു മുമ്പ് ശരിയാണ് ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിനുശേഷം പിന്നീട് അങ്ങനെ പല സന്ധികളുണ്ട്, ശരിയാണ്. പക്ഷേ BJP കേന്ദ്ര സർക്കാരിൽ അധികാരത്തിൽ വന്നപ്പോൾ മുതലാണ് കക്ഷി രാഷ്ട്രീയം സംഘപരിവാറിനെതിരെ BJPക്കെതിരെ എന്ന നിലയ്ക്ക് ഇന്ത്യ മുന്നണിയിലേക്കൊക്കെ കാര്യങ്ങൾ നയിച്ചത് എങ്ങനെയാണ്? തുടർ പരാജയങ്ങൾ പ്രതിപക്ഷങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരികയും ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭരണമാറ്റത്തിന് സാഹചര്യം ഒരുക്കാൻ കഴിയില്ല എന്ന രാഷ്ട്രീയ ബോധം ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് നേരത്തെയും പറയാമായിരുന്നു. 2006 ഇത്ര ഗൗരവത്തോടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ എതിർ മുന്നണിയായി കാണുന്നുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അന്നൊരു പരിപാടി എടുത്തു, ഇന്നിപ്പോൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ, അന്ന് ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തു. ഞാനവിടെ പോയി പറഞ്ഞത് കോൺഗ്രസ് രാഷ്ട്രീയമാണ്. ഇന്നലെ മിഡ് എഡിറ്റേഴ്സിൽ ഞാൻ പറഞ്ഞല്ലോ, 2013 VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് P പരമേശ്വരന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട പ്രകാശന വേളയിൽ എങ്ങനെയാണോ RSSനെ വിമർശിച്ചത്, ആ രീതിയിൽ ഞാൻ എൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് എന്ന് ഇന്നലെ ഈ ചോദ്യവും വിവാദവും ഉണ്ടായ സമയത്ത് വി ഡി സതീശന് വേണമെങ്കിൽ പറയാം. പറയുന്ന സമയത്ത് അത് ക്ലിയർ ആകുമെന്നേ. ഇപ്പോൾ ഇന്നലെയോ എന്നുള്ളതല്ല, ഈ 2006 സന്ദർശനവുമായി ബന്ധപ്പെട്ട് പിന്നീട് വിവാദമുണ്ടായപ്പോഴും വേണമെങ്കിൽ പറയാം. ഫോട്ടോ കാണുമ്പോഴും മറന്നു പോകുന്ന രീതിയിൽ മറവിയുള്ള ഒരാളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം ഓരോ കാവ്യശകലങ്ങൾ ഇന്നും ബത്തോൾ ബർത്ത്ഡേയൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല. 2013 നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. 2006 വിശദീകരിച്ചിട്ടില്ല. 2006 വിശദീകരിക്കുന്നത് എപ്പോഴും 2013 VSുമായി ബന്ധപ്പെട്ട താരതമ്യത്തെ നടത്തിയാണ് വിശദീകരിക്കുന്നത്. മുഖ്യമന്ത്രി കൃത്യമായ പോസ്റ്റിൽ പറയുന്നുണ്ട്. അത് അങ്ങനെയുള്ള കാര്യമല്ല. 2006 സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൃത്യമായി കേരള ജനതയ്ക്ക് അത് അറിയാനുള്ള അവകാശമുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടാണ് 2006 എന്ന് ചോദിക്കുമ്പോഴൊക്കെ 2013 ബന്ധപ്പെട്ട ഉത്തരം നൽകി അതിനെ ന്യായീകരിക്കാൻ നോക്കുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും കേരളം ഇത് ഏറെ ചർച്ച ചെയ്ത് പോയെന്നേ ഓരോ ദിവസവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇന്ന് വന്ന് കൃത്യമായ രാഷ്ട്രീയ വിശദീകരണം നൽകുകയാണ്. അത് വളരെ കൃത്യമാണ്, പക്വമാണ്, വ്യക്തമാണ്. ആ നിലയ്ക്ക് നേരത്തെയും വിശദീകരിക്കാവുന്നതായിരുന്നു. ഈ വിവാദങ്ങളിലേക്കൊന്നും ചെന്നുപെടില്ല എന്നുള്ളതായിരുന്നു. ഇനി പോകട്ടെ, ഞാൻ ഇന്നലെയും ചർച്ചയിൽ പറഞ്ഞതാണ്, കേന്ദ്ര നേതാക്കളടക്കം ഖാർഗെയും
രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ ഇവിടെയുള്ള രാഷ്ട്രീയ ബാന്ധവത്തെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു സ്ട്രൈക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾ ഈ തരത്തിൽ ഇതിനു മുൻപ് RSS വേദിയിലേക്ക് പോയിട്ടില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നത്. അതിന് പകരമായി വെക്കുന്നത് 1977 അടക്കമുള്ള സഖ്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളൊന്നും അല്ല കേരളം ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിപ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഡീലുമായി ബന്ധപ്പെട്ട ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ കോമ്പറ്റീഷൻ എന്താ? ആര് പറയുന്നതാണ് സത്യം? അത് മുഖ്യമന്ത്രി പറയുന്നതാണോ VD സതീശൻ പറയുന്നതാണോ സത്യം എന്നുള്ളതല്ല, ഞാൻ എൻ്റെ ഒരു മര്യാദയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ആര് പറയുന്നതാണ് നുണ എന്നുള്ളതാണ് ചോദ്യമായി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ എന്ത് കാര്യമായിട്ടാണ് നോക്കണേ? നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഏറ്റവും ആരോഗ്യകരമായ ഒരു ഇലക്ഷന് മുമ്പ് നടക്കുന്ന ചർച്ചയാണ് ആരാണ് നന്നായി നുണ പറയുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും തമ്മിലായിരുന്നു ആ കോമ്പറ്റീഷൻ എങ്കിൽ ഇത്തവണ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലാണ് ആ കോമ്പറ്റീഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. അവർ രണ്ടുപേരും ആ കോമ്പറ്റീഷന്റെ ഭാഗമാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അസത്യം പറയുന്നു എന്ന ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സമൂഹത്തിൽ അത്തരത്തിലുള്ള ചർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇപ്പൊ ഡീലിൽ തുടങ്ങിയ ചർച്ച ഡീലിൽ നിൽക്കുന്നില്ല. ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഒരിടയ്ക്ക് സാമ്പിൾ പൊട്ടിക്കുന്നത് പോലെ ഡീൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ചർച്ച നോക്കൂ, സംഘപരിവാറിന്റെ സംഘബന്ധുത്വവുമായി ബന്ധപ്പെട്ട പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന രാഷ്ട്രീയ സഖ്യവുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇതാണോ കേരള രാഷ്ട്രീയം ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് ചർച്ച ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഡീല് പോലുമല്ല എന്നുള്ളതാണ് എൻ്റെ ഭാഷ്യം. ഡീല് പോലും അല്ല ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ എന്താ വിചാരിച്ചത്? ശരി, ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ഡീലൊക്കെ പറഞ്ഞതിന് ശേഷം വികസനത്തിലേക്ക്, ജനങ്ങളുടെ ആവശ്യത്തിലേക്ക്, മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തിരിച്ചു വരും, ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ്. എണ്ണി പറഞ്ഞ ദിവസങ്ങളേ ഉള്ളല്ലോ. ഇനി എപ്പോഴാണ് ഇത് ചർച്ച ചെയ്യുക? ഇനിയും 2-3 ദിവസം ഈ വിഷയങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുകയുള്ളൂ എന്ന നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ഈ ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നും മറ്റു ചില വിവാദങ്ങൾ കൂടി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പ്രാദേശിക നേതാക്കളുമൊക്കെയായി ബന്ധപ്പെട്ട ചില കേസുകളും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളിടത്താണ് ഒരു തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ലാഘവ ബുദ്ധിയോടുകൂടിയാണ് രാഷ്ട്രീയ നേതാക്കൾ കാണുന്നത് എന്നെനിക്ക് സംശയമുണ്ടാകുന്നത്. ചർച്ചയിലേക്ക് സുനിൽ, പൊരിഞ്ഞ പോരാട്ടമാണ്. ആരാണ് BJPയുടെ അടുത്ത സുഹൃത്ത് എന്ന് സ്ഥാപിക്കാനുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. BJPയുടെ അടുത്ത സുഹൃത്ത് CPM ആണോ അതോ BJPയുടെ അടുത്ത സുഹൃത്ത് കോൺഗ്രസ് ആണോ എന്നതിൽ പരസ്പരമുള്ള വലിയ പോരാട്ടമാണ്. മാധു പറഞ്ഞതുപോലെ ഏറ്റവും ഭംഗിയായി നുണ പറയുന്നത് ആരാണ് എന്നതുകൂടി ചർച്ചയാവുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ ഡീൽ ആരോപണം എത്തി നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉയർത്തി. ഇന്നിപ്പോൾ എളമരം കരീം പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഡോക്ടർ MK മുനീറിന് ലീഗ് സീറ്റ് നൽകാത്തത് ജമാഅത്തെ ഇസ്ലാമിയെ അദ്ദേഹം എതിർത്തത് കൊണ്ടാണ്. അത് ജമാഅത്തെ ഇസ്ലാമി ലീഗ് കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് എന്ന് എളമരം കരീം പറയുന്നു. അതിനെ എതിർത്തുകൊണ്ട് ഇന്ന് MK മുനീർ തന്നെ രംഗത്ത് വരുന്നു. ലീഗിൻ്റെ കാര്യം തീരുമാനിക്കും, അതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കില്ല എന്ന് പറയുന്നു. അതിനിടയിൽ വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ സഹായിക്കും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പലയിടങ്ങളിൽ നിന്ന് പല വിവരങ്ങൾ വരികയാണ്. അതിനിടയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഡീൽ ആരോപണം വരുന്നുണ്ട്. ഇപ്പോൾ ജോയ് ഡീൽ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദ് വരെ ആരോപിച്ചിരിക്കുന്നു അവിടെ ഡീലുണ്ടെന്ന്. ഏതായാലും ഈ ഡീൽ എന്ന് പറയുമ്പോൾ ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സീറ്റുകളിൽ അവിടെ BJP വിജയിക്കണം, ആ ഡീൽ പറയുന്നു. അതുപോലെ തന്നെ CPMൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ CPM വിജയിക്കണം, അതാണല്ലോ ഡീൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കിയാൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായും വിജയിക്കണം, അതായിരിക്കുമല്ലോ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ 11 മണ്ഡലങ്ങളിലാണ് BJP 1-ാം സ്ഥാനത്തെത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിൽ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, കാട്ടാക്കട. ബാക്കി 6 മണ്ഡലങ്ങൾ നമുക്ക് വിടാം. അത് തൃശ്ശൂരിലാണ്, അത് അവിടുത്തെ പ്രത്യേക സാഹചര്യം എന്ന് നമുക്ക് കണക്കാക്കാം. ഇത്തവണ അവിടെ വലിയ മേൽക്കൈയൊന്നും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടാൻ പോകുന്നില്ല. അപ്പോൾ ഈ 5 മണ്ഡലങ്ങൾ, ആ 5 മണ്ഡലങ്ങളും തിരുവനന്തപുരത്താണ്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, കാട്ടാക്കട. ഇതിൽ 2 മണ്ഡലങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP 1-ാം സ്ഥാനത്തെത്തിയത്. അത് നേമത്തും വട്ടിയൂർക്കാവിലുമാണ്. അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 8853 വോട്ടിൻ്റെ ലീഡാണ് നേമത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരുന്നത്. വട്ടിയൂർക്കാവിലാണെങ്കിൽ 2475 വോട്ടിൻ്റെ ലീഡാണ് ഉണ്ടായിരുന്നത്.
അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,126 വോട്ടിൻ്റെ ലീഡ് BJP നേമത്ത് നേടിയിരുന്നു. അത് വട്ടിയൂർക്കാവിലാണെങ്കിൽ 8,162 വോട്ടിൻ്റെ ലീഡ് നേടിയിരുന്നു. ഈ രണ്ടിടത്തും ലീഡ് കുറയാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് പാറ്റേൺ കാരണമായിട്ടുണ്ട്. പക്ഷേ അവിടെ BJP വലിയ പ്രതീക്ഷ വയ്ക്കുകയാണ്. ഇതടക്കം മഞ്ചേശ്വരത്തടക്കം പാലക്കാടടക്കം BJP പ്രതീക്ഷ വയ്ക്കുകയാണ് അവിടെ വിജയിക്കാനാകും എന്നത്. അപ്പോൾ ഒരു ഡീൽ എന്ന് പറയുമ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന, ഇപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു, കഴക്കൂട്ടത്താണെങ്കിൽ V മുരളീധരൻ മത്സരിക്കുന്നു, അതുപോലെ തന്നെ കാട്ടാക്കടയിലാണെങ്കിൽ PK കൃഷ്ണദാസ് മത്സരിക്കുന്നു, അതുപോലെ മഞ്ചേശ്വരത്താണെങ്കിൽ K സുരേന്ദ്രൻ മത്സരിക്കുന്നു, പാലക്കാട്ടാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. അപ്പോൾ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ 1-ാം നമ്പർ നേതാക്കൾ മത്സരിക്കുന്ന ഈ സീറ്റുകളിൽ വിജയം ഉറപ്പാക്കിയെങ്കിൽ മാത്രമല്ലേ ഒരു ഡീൽ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഡീൽ നടക്കണമെങ്കിൽ ഈ നേതാക്കൾ വിജയിക്കണം. പക്ഷേ ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നോക്കൂ. നേമത്ത് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്തെ 5 സീറ്റുകളിലും 5 സീറ്റും LDFിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. നേമത്ത് V ശിവൻകുട്ടിയാണ് സ്ഥാനാർത്ഥി, വട്ടിയൂർക്കാവിൽ PK പ്രശാന്താണ് സ്ഥാനാർത്ഥി, കഴക്കൂട്ടത്ത് കടങ്ങപ്പള്ളി സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ OS അംബിക, അതുപോലെ കാട്ടാക്കടയിൽ IB സതീഷ്. ഇതാണ് LDFിൻ്റെ സിറ്റിംഗ് MLA മാരെന്ന് പറയുന്നത്. ഇവിടെ കഴക്കൂട്ടത്താണെങ്കിൽ ശരത്ചന്ദ്ര പ്രസാദിനെ UDF സ്ഥാനാർത്ഥിയാക്കിയത് ഏതെങ്കിലും ഡീലിൻ്റെ ഭാഗമായിട്ടാണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഇപ്പോൾ LDF ഉന്നയിക്കുന്നത്. അത് പാലക്കാട്ടെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ നമ്മൾ ഈ മണ്ഡലങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ ഇപ്പോൾ ഇതിന് പകരമായി മഞ്ചേശ്വരം, കാസർഗോഡ്, അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 2-ാം സ്ഥാനത്തെത്തിയ മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, ഹരിപ്പാട്, അതുപോലെ തന്നെ കായംകുളം, വർക്കല, തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര. ഇതിലിപ്പോൾ ഹരിപ്പാട് നമുക്ക് വിടാം, അതുപോലെ കായംകുളം വിടാം. മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട് 3 മണ്ഡലങ്ങളെടുത്താൽ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ 2 തവണ ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ മഞ്ചേശ്വരം മണ്ഡലം K സുരേന്ദ്രന് നഷ്ടമായത്. പക്ഷേ അവിടെ മുസ്ലിം ലീഗിൻ്റെ സീറ്റാണത്. അവിടെ AK അഷ്റഫാണ് അവിടെ കഴിഞ്ഞ തവണ വിജയിക്കുന്നത്. അവിടെ ഇത്തവണ നേരത്തെ കഴിഞ്ഞ ചർച്ചയിലൊക്കെ തന്നെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ എതിർപ്പാണ് ഉണ്ടായിരുന്നത്. ശരിയാണ്, KR ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ. പക്ഷേ അവിടെ ഒരു മുസ്ലിം ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവിടെ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കും, ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കും. അത് BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകും എന്ന് വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് LDF പോകുന്നതെന്നാണ് LDFിൻ്റെ വിശദീകരണം. അതെൻ്റെ വിശദീകരണമല്ല. അതേ കാര്യം അങ്ങനെയാണെങ്കിൽ പാലക്കാടും പറയാവുന്നതാണ്. പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഷാഫി പറമ്പിലിന്റെ കാര്യത്തിൽ UDF പരീക്ഷിച്ചത് തന്നെയാണ് ഇത്തവണ LDFും ഷാഫി പറമ്പിലെ പോലെ പരീക്ഷിക്കുകയാണ് വിലയിരുത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊരു പ്രീ സ്റ്റേജാണ്. ഈ തെരഞ്ഞെടുപ്പിൽ NMR റസാക്ക് എന്ത് സ്വാധീനമുണ്ടാക്കുമെന്ന് നമുക്ക് ഇപ്പോഴും ചിന്തിക്കാനേ പറ്റില്ല. കാരണം NMR റസാക്ക് അവിടെ താഴെത്തട്ടിൽ വലിയ പ്രചരണമാണ് നടത്തുന്നത്. അവിടുത്തെ പ്രാദേശിക തലത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ്, പാലക്കാട്ടുകാരനാണ്. ഇവരെ പോലെയല്ല, ഇപ്പോൾ രമേഷ് പിഷാരടിയെ പോലെയല്ല അതിഥിയായി പാലക്കാട്ടെത്തുന്ന പാലക്കാട്ടുകാരനല്ല. ആ പ്രദേശത്ത് തന്നെയുള്ള ആളുകളുമായി നല്ല അടുപ്പമുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ സ്വാധീനവും പിന്തുണയും പാലക്കാട്ട് NMR റസാക്ക് നേടിയാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ഡീൽ ആരോപണത്തിന് കൃത്യമായ ഒരു അടിസ്ഥാനം ഉണ്ടാകണം എന്നതാണ്. ഇപ്പോൾ മാധു പറഞ്ഞതുപോലെ 2006 എന്തിനാണ് താങ്കൾ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്നതിന് മറുപടി പറയാൻ എത്രയോ വർഷങ്ങളെടുത്തു. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലെ ചോദ്യങ്ങൾക്ക് പിന്നാലെ അത് വലിയ രാഷ്ട്രീയ വിവാദമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അലയടിച്ചപ്പോഴാണ് ഇന്ന് അതിനൊരു വിശദീകരണവുമായി വരുന്നത്. അപ്പോഴും ഒരു കാര്യമുണ്ട്, അവിടെ ഗോൾവാൾക്കറുടെ ഈ ചിത്രത്തിന് മുന്നിൽ തിരിതെളിച്ചൊരു സാഹചര്യമുണ്ട്. അത് ജന്മശതാബ്ദി ആഘോഷമായിരുന്നു. ആ ആഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് അന്ന് VD സതീശൻ നിർവഹിച്ചത്. അപ്പോൾ അതിലൊക്കെ തന്നെ കൃത്യമായ മറുപടിയായോ ഇന്ന് VD സതീശൻ്റെ മറുപടി എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയം ഇപ്പോഴുമുണ്ട്. ഏതായാലും ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതൊക്കെ തന്നെ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കേരളത്തിൽ വിജയിക്കുക എന്നതാണ് LDFിൻ്റെ ആയാലും UDFിൻ്റെ ആയാലും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്കറിയാലോ, ഈ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? LDF ഉം UDF ഉം തമ്മിലാണ്. BJP എന്ന് പറയുന്ന NDA എന്ന് പറയുന്ന സഖ്യം കേരളത്തിലാകെ ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ലക്ഷ്യമാണ്. പക്ഷെ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് BJP എന്ന് പറയുന്ന പാർട്ടി ഒരു വലിയ ഒരു അയിത്തം കൽപ്പിക്കേണ്ട പാർട്ടിയാണ്, അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ കൽപ്പിക്കേണ്ട ഒരു പാർട്ടിയാണ് എന്ന ഒരു സമീപനത്തിൽ നിന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. നോക്ക്, ഇപ്പോൾ CPM അല്ലെങ്കിൽ കോൺഗ്രസ്, അതുമല്ലെങ്കിൽ നേരെ BJP എന്നുള്ളൊരു നിലയിലേക്ക് ആളുകളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വരും ഭാവിയിൽ BJP വലിയ മുന്നേറ്റം ഇതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് BJP ഇത്രയും വലിയ ചർച്ചയായി ഈ തെരഞ്ഞെടുപ്പിൽ മാറുന്നത്. ആരാണ് BJPയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? ആർക്കാണ് BJPയോട് ഏറ്റവും എതിർത്ത് നിൽക്കാൻ കഴിയുന്നത്? അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വരുന്നത് തീർച്ചയായും കേരളത്തിലെ മൈനോറിറ്റി ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ച് തന്നെയാണ്. പക്ഷേ നമ്മൾ അത് ചർച്ച ചെയ്യുമ്പോഴും BJPയുടെ ഈ ഒരു വളർച്ച നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. BJP വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡീൽ ആരോപണം എന്ന് പറയുന്നത് അത് ഒരു ഉണ്ടയില്ല വെടിയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും അഭിപ്രായം. അത് ഞാൻ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞാണ്. അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. VD സതീശൻ്റെ ഇന്നത്തെ മറുപടി കൃത്യമായ മറുപടിയാണോ എന്നതിലും എനിക്ക് സംശയം. ശരി, ഡോക്ടർ അരുണിലേക്ക് പോകുന്നു. ഡോക്ടർ അരുൺ, എന്താ തോന്നുന്നത്? ഈ പൊരിഞ്ഞ പോരാട്ടം കഴിഞ്ഞ ദിവസത്തിനേക്കാൾ കൂടുതൽ ശക്തമാകുന്നുണ്ടോ? സ്മൃതി, രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, ഇതൊരു പൊരിഞ്ഞ പോരാട്ടമാണോ എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ കണ്ണൂർ മുതൽ പാലക്കാട് വരെ യാത്ര നടത്തി വന്നിരിക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യരോട്, നേതാക്കളോട്, സ്ഥാനാർത്ഥികളോടൊക്കെ നമ്മൾ സംസാരിച്ചു വന്നു. എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഞാനിന്ന് പാണക്കാട് പോയപ്പോൾ ഒന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും മറ്റൊന്ന് തങ്ങളോടും ചോദിച്ചു, എത്ര സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ലൈവിൽ ബൈറ്റിൽ തങ്ങൾ പറഞ്ഞത് 100 സീറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, കേവല ഭൂരിപക്ഷം കടക്കാനുള്ള സീറ്റ് കിട്ടും എന്നാണ് തങ്ങൾ പറയുന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് 100 സീറ്റ് കിട്ടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ലീഗ് കേവല ഭൂരിപക്ഷം കടക്കാനുള്ള സീറ്റ് കിട്ടും എന്നാണ് കരുതുന്നത്. അതിനകത്ത് ചില സൂചനകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറുഭാഗത്ത് ഇടതുപക്ഷവും ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ തവണത്തെ റിസൾട്ടിനെ മറികടന്നു പോകുമെന്നൊരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തിലെ ഒരു നേതാവിനും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം? നോക്കൂ, ഇനി 12 ദിവസം മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം വല്ലാതെ ചൂടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കാണുന്നതും കാണാത്തതുമായ ഒട്ടേറെ ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, എന്താണ് കേരളത്തിൻ്റെ പൊതുമണ്ഡല രാഷ്ട്രീയ ചിത്രം? ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊക്കെ കരുതിയിരുന്ന ഒരു വളരെ പ്ലെയിൻ ആയിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഈ ഇടതിൻ്റെ ഉറച്ച മണ്ഡലങ്ങളും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉറച്ച മണ്ഡലങ്ങളും നമ്മളൊന്ന് പരിശോധിച്ചാൽ 25 മണ്ഡലങ്ങളിൽ ഒരു മാറ്റവും ഐക്യജനാധിപത്യ മുന്നണിക്ക് സംഭവിക്കില്ല. അത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഉറച്ച മണ്ഡലങ്ങൾ. ഉദാഹരണത്തിന് മണ്ഡലം രൂപീകരിച്ച നാൾ മുതൽ ഇന്നേ വരെ മറുപക്ഷത്തോട്ടും മറിയാത്ത മലപ്പുറം അടക്കം, ഇപ്പോൾ പുതുപ്പള്ളി അടക്കമുള്ള മണ്ഡലങ്ങൾ ഒക്കെ ഉറച്ച മണ്ഡലങ്ങളാണ്. ഉറച്ച കോട്ടയെന്ന് പറയാൻ പറ്റുന്ന 25 മണ്ഡലങ്ങൾ UDFനുണ്ട്. മറുഭാഗത്ത് LDFന് ഇപ്പോൾ ധർമ്മടം പോലെ, മട്ടന്നൂര് പോലെ, കല്യാശ്ശേരി പോലെ ഉറച്ച മണ്ഡലങ്ങളായി നമുക്ക് പറയാൻ പറ്റുന്ന 29 മണ്ഡലങ്ങളുണ്ട്. രണ്ടും കൂടി കൂട്ടി നോക്കിയാൽ 54 മണ്ഡലങ്ങളിൽ ഒരു മാറ്റവും ഇക്കുറിയും സംഭവിക്കാൻ പോകുന്നില്ല. വാസ്തവമാണ്. അപ്പോൾ ബാക്കിയുള്ളത് എത്രയാണ്? ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് 86 മണ്ഡലങ്ങളിലെ പൊളിറ്റിക്കൽ സസ്പെൻസാണ് ബാക്കി നിൽക്കുന്നത്. അതിൽ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതാണ് ഈ MLA-മാരുടെ ജനപ്രിയതയും ഒപ്പം നമ്മൾ ഈ പറയുന്ന അടിയൊഴുക്കുകളും. കഴിഞ്ഞ 2006 മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ 15 വർഷക്കാലം ഇടതുമുന്നണിക്ക് നഷ്ടമാകാത്ത മൊത്തം 57 സീറ്റുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ജനപ്രിയമായ സീറ്റുകളും ഉറച്ച മണ്ഡലങ്ങളും കൂടി നോക്കിയാൽ 57-58 സീറ്റുകൾ നിലവിൽ LDFനോടൊപ്പം നിൽക്കുകയാണ്. UDFനോടൊപ്പം ആവട്ടെ നിർഭാഗ്യവശാൽ അവരുടെ MLA-മാരുടെ എണ്ണം കുറവായതുകൊണ്ട് ജനപ്രിയ MLA-മാർ, ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് ജനപ്രിയനാണ്. നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ ജനപ്രിയനാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയാണ്. ഞാൻ ഉദാഹരണങ്ങൾ പറയുക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തിരിച്ച് ബേപ്പൂരിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടതുപോലെയല്ല.
അവിടെ UDF അധികാരത്തിൽ വരണമെന്ന് പറയുന്നവരും മുഹമ്മദ് റിയാസ് തുടരട്ടെ എന്ന് അഭിപ്രായപ്പെടുന്നവരെ നമ്മൾ ലൈവിൽ തന്നെ കണ്ടു. അതൊരു പ്രതികരണമാണ്. എന്ന് വെച്ചാൽ MLA അവിടെ ആ മണ്ഡലത്തിൽ സ്വീകാര്യനാണ് എന്നൊരു പ്രതീതി. മാവേലിക്കരയിൽ അരുൺകുമാറിന്റെ കാര്യം പറയുന്നത് പോലെ. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ അഥവാ MLAയുടെ പ്രതിച്ഛായ മണ്ഡലത്തിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കോവിഡ് കാലത്തും പ്രളയകാലത്തെയും MLAമാരുടെ ഇടപെടലുകൾ ആ മണ്ഡലങ്ങളിൽ ജനങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ മറികടന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ UDFന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയൂ. അപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തരംഗം നിലവിൽ ഈ ഘട്ടത്തിൽ നമുക്ക് ഫീൽഡിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആര് ജയിച്ചാലും അത് 75-76 സീറ്റുകൾ, അതായത് കേവല ഭൂരിപക്ഷത്തിൽ നിന്നൊരു 4-5 സീറ്റുകൾക്കും അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഈ പൊരിഞ്ഞ പോരാട്ടം നടക്കുമ്പോൾ നമുക്കൊട്ടും ആരോഗ്യകരമല്ലാത്ത, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളുമാണ് നടക്കുന്നത്. എന്നെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നിരാശപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിനെ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ പ്രതിപക്ഷവും ഭരണപക്ഷവും നേരിടേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പ്രതിപക്ഷം ഇരിക്കുന്ന ട്രാപ്പിലേക്ക് ഭരണപക്ഷം പോയി വീണമോ എന്നൊരു ചോദ്യവും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. എന്താണ് ആ പ്രശ്നം? ഒന്ന്, ആവർത്തിച്ച് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരേ സമയം പല ആളുകൾ ഒരു നുണ പറഞ്ഞ് സത്യമാക്കാനുള്ള നവഗീബൽസിയൻ തന്ത്രമാണ് യഥാർത്ഥത്തിൽ പോരാടുന്നത് ഇവിടെ നടക്കുന്നത്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിനിപ്പോൾ ഇന്നൊരു ഉദാഹരണം ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് 3ഉം അവാസ്തവമാണ്. ഒന്ന്, പ്രതിപക്ഷ നേതാവ് പറയുന്നു നമ്മുടെ പിണറായി വിജയൻ ഒരു ഫാസിസ്റ്റ് ഭീരുവിനെ പോലെയാണ്, ഒരു ഇന്റർവ്യൂവിനെ പോലും ഭയക്കുന്ന ഭീരുവാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു. മനോരമയുടെ VD സതീശനുമായിട്ടുള്ള അഭിമുഖത്തെക്കുറിച്ചുള്ളതാ. എന്താണ് വാസ്തവം? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഇടപെട്ടിട്ടാണോ ഈ ഇന്റർവ്യൂ ഈ മനോരമയുടെ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തത്? ഇന്നിപ്പോൾ രത്തൻ ഖേൽക്കർ വന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞില്ലേ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്രിമാർക്ക് അവരുടെ ഉദ്യോഗസ്ഥന്മാരോട് എന്തെങ്കിലും ചെയ്യാൻ ഉത്തരവിടാൻ കഴിയുമോ? കോഡ് ഓഫ് കണ്ടക്ട് നിലവിലിരിക്കുന്ന ഒരു സമയമല്ലേ? രത്തൻ ഖേൽക്കർ എന്താ നമ്മളോട് വന്ന് പറഞ്ഞത്? ഇത് ഒരു പിഴവാണ് സംഭവിച്ചു പോയത്. കമന്റുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ്, ഏത് സൈബർ പോലീസ്? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് മെറ്റയെ സമീപിച്ച് പരാതി കൊടുക്കുന്നു. അതാണ് ഇലക്ഷൻ കമ്മീഷൻ പരാതിപ്പെട്ടത് ഇലക്ഷൻ കമ്മീഷൻ ഇത് തിരുത്തി എന്നിട്ട് പറഞ്ഞു. പക്ഷേ മെറ്റയ്ക്ക് സംഭവിച്ചൊരു പിഴവാണ്. അവർ വീഡിയോ പൂർണ്ണമായും നീക്കം ചെയ്തു, കമന്റ് നീക്കം ചെയ്യുന്നതിന് പകരം. അപ്പോൾ ആ പിഴവിനെ എത്ര തന്ത്രപരമായിട്ടാണ് പിണറായിയുടെ മേലിലേക്ക് കൊണ്ടുപോയിക്കുന്നത് പ്രതിപക്ഷ നേതാവ്? യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടാണോ ആ അഭിമുഖം മാറ്റിയത്? അതല്ലെന്നല്ലേ തെളിഞ്ഞിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതിയല്ലേ? ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ മുന്നിൽ തുറന്നു പറഞ്ഞിട്ടേ എന്നിട്ട് പ്രതിപക്ഷ നേതാവ് അത് തിരുത്തിയോ? ഇതൊരു നുണ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ 2006 വിളക്ക് കൊളുത്തലുമായിട്ട് ബന്ധപ്പെട്ട എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത് നോക്കൂ. വിളക്ക് കൊളുത്താൻ വേണ്ടി ഞാൻ കുനിഞ്ഞത് എന്നാണ് പറയുന്നത്. പ്രശ്നം കുനിഞ്ഞത് മാത്രമല്ല, ഗുരുജി ഗോൾവാൾക്കർ എന്ന് പറയുന്ന RSSന്റെ സൈദ്ധാന്തികൻ ഈ 2002 ഗുജറാത്തിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം RSSനെ മൊത്തം രാജ്യത്തുള്ള മതേതരവാദികൾ വെറുക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്ന സമയത്ത് ആ ചിത്രത്തിൻ്റെയും ഭാരതാംബയുടെയും ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രതിപക്ഷ നേതാവ് പിടിക്കുന്നത് എന്തിനാണ്? കുനിഞ്ഞതാണോ കുഴപ്പമെന്നാണ്. കുനിഞ്ഞതല്ല സർ കുഴപ്പം അവിടെ വിളക്ക് കൊളുത്തിയത് എന്തിനാണ് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ആ ഒരു പൂജനീയമായിട്ടുള്ള വ്യക്തിയാണ് ഗുരുജി ഗോൾവാൾക്കർ എന്ന് എങ്ങനെയാണ് ഈ ഗുജറാത്തിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം, അതും നോക്കൂ, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിനെ അടക്കം ചുട്ടുകൊന്ന ഒരു ഗുജറാത്തിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം എങ്ങനെയാണ് രാജ്യം മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ ചിത്രത്തിന് മുന്നിൽ പോയി നിങ്ങൾക്ക് വിളക്ക് കൊളുത്താൻ കഴിയുന്നത്? അതിനെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാ? ഒന്ന് കുനിഞ്ഞുപോയി, അത് കുനിഞ്ഞത് വിളക്ക് താഴ്ന്നത് കൊണ്ട് കുനിഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. കുനിഞ്ഞതല്ല, വിളക്ക് കൊളുത്തിയതാണ്. ഇത് വളരെ മനോഹരമായൊരു പ്രൊപ്പഗാൻഡ ടെക്നിക്കാണ് എന്നുള്ളതാണ്. രണ്ടാമത്, കോൺഗ്രസിന്റെ നിലപാട് പറയാൻ ഈ ഗുരുജി ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി വേള തന്നെ തിരഞ്ഞെടുക്കണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആദ്യം പോയി പൂജിച്ചതിന് ശേഷമാണോ നിങ്ങൾ ഗുരുജി ഗോൾവാൾക്കറിനെ എതിർക്കാൻ പോകുന്നത്? അതെന്ത് നിലപാടാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് ഫാക്ച്വലായ ഒരു കാര്യം, ആരോഗ്യ മേഖലയിൽ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും പിണറായി സർക്കാരിന്റെയും കാലത്തെ കണക്ക് ഡാറ്റ പുറത്തു വന്നിട്ടില്ലേ? ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആരോഗ്യ മേഖലയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഗ്രാമീണ മേഖലയിൽ 17,000 രൂപയായിരുന്നത് ഇപ്പോൾ അത് 10,000 രൂപയായി കുറഞ്ഞിട്ടില്ലേ? വസ്തുത നമ്മുടെ മുന്നിലില്ലേ? നഗരമേഖലയിൽ അത് 23,000 രൂപയായിരുന്നത് 13,000 രൂപയായി പാതിയായി കുറച്ചത് പിണറായി സർക്കാരല്ലേ? ഇതല്ലേ ഫാക്ട്? ഇതല്ലേ വസ്തുത? ഇതിനെയാണ് യഥാർത്ഥത്തിൽ നുണപ്രചരണം കൊണ്ട് നേരിടുന്നത്. ഇനി മറ്റൊരു അപകടകരമായ കാര്യം ഞാൻ പറയാം, അത് വർഗീയ പ്രചരണമാണ്.
എന്താണ് ഈ വർഗീയ പ്രചരണം എന്ന് പറയുന്നത്? SIR-മായി ബന്ധപ്പെട്ട് ഞാൻ വടക്കൻ കേരളത്തിൽ നിന്ന് വരിക, എന്നെ കണ്ട് കുറച്ചധികം ആളുകൾ കുറേ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന വീഡിയോ ആണ്. ഞാൻ ഇതിന് നിജസ്ഥിതി അന്വേഷിച്ചു. SIR-മായി ബന്ധപ്പെട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വളരെ വ്യാപകമായ രീതിയിൽ വടക്കൻ മേഖലയിൽ ഒരു പ്രചരണം നടന്നിട്ടുണ്ട്. എന്താ പ്രചരണം എന്നറിയാമോ? SIR കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരാണ്, പിണറായിയാണ് SIR കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഇന്ന് ആ പ്രചരണം നടത്തിയവരൊക്കെ യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കും സ്മൃതി. കാരണം എന്താണെന്നറിയാമോ? ആ പ്രചരണം നടത്തിയവർ പറഞ്ഞതുപോലെയല്ല. SIR-ൽ സർക്കാർ സൂക്ഷ്മമായി ഉദ്യോഗസ്ഥരെ പ്രത്യേകം നിയോഗിച്ച് ഈ മേഖലകളിൽ നിന്ന് ഒരു മുസ്ലിം വോട്ട് പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത കാണിച്ചു. SIR യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാരാണോ? വർഗീയമായ നുണപ്രചരണമല്ലേ യഥാർത്ഥത്തിൽ നടത്തിയത്? കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന SIR-നെ സംസ്ഥാന സർക്കാരിന്റെ പിടലിക്കിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം പോലും അത് മറച്ചുവെച്ചു എന്നുള്ളതാണ്. അപ്പോൾ വളരെ വർഗീയമായൊരു നുണപ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന് നോക്കൂ, കോൺഗ്രസിന്റെ പ്രചരണ രീതി എന്നെ നിരാശപ്പെടുത്തിയ ഒരു ഭാഗമുണ്ട്. രാഹുൽ ഗാന്ധി വന്നു, ഓൺലൈനിലൂടെ വലിയ രീതിയിൽ ഒരു പ്രസ്താവന നടത്തി. ഞാൻ അല്പം ആശങ്കയോടുകൂടിയാണ് അത് കണ്ടത്. എന്താ, ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ പറയും, ഉത്തരേന്ത്യയിൽ പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ BJP നേതാക്കളിൽ നിന്ന് നേരിട്ടൊരു വിമർശനമുണ്ട്. എന്താണെന്നറിയാമോ? രാമനെ ബഹുമാനിക്കാത്ത, അയോധ്യയിൽ പോയി ആരാധിക്കാത്ത കോൺഗ്രസ്സുകാർക്ക് എന്തിന് വോട്ട് കൊടുക്കണം എന്ന് ഉത്തരേന്ത്യയിൽ ചോദിക്കും. ആര്? BJP. ആരോട് ചോദിക്കും? കോൺഗ്രസിനോട് ചോദിക്കും. കേരളത്തിൽ വരുമ്പോൾ എന്താ ചോദിക്കുന്നത്? രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തോട്, അയ്യപ്പനെ ബഹുമാനിക്കാത്ത, അയ്യപ്പനെ വിശ്വസിക്കാത്തവർക്ക് എങ്ങനെ വോട്ട് കൊടുക്കുമെന്ന് ചോദിക്കുന്നു. ഉത്തരേന്ത്യയിൽ BJP ചോദിക്കുന്ന അതേ ചോദ്യം എങ്ങനെയാണ് കേരളത്തിൽ രാമനെ മാറ്റി അയ്യപ്പന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് ചോദിക്കാൻ കഴിയുന്നത്? ഇതെങ്ങനെയാണ് ഒരു മതേതരമായിട്ടുള്ള വോട്ട് ചോദ്യമാകുന്നത് എന്നുള്ളത് എനിക്കിനിയും മനസ്സിലാവുന്നില്ല. ഇതാണ് എന്നെ അലോസരപ്പെടുത്തുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അനാശാസ്യമായ, ആരോഗ്യകരമല്ലാത്ത, അങ്ങേയറ്റം അപകടകരമായ ഈ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സുധാകരൻ സുധാകരൻ അമ്പലപ്പുഴയിൽ 5000 വോട്ട് എനിക്ക് BJP-യുടെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. ഈ കണ്ട കാലം അത്രയും ഈ ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിന്ന സുധാകരന് 10 വോട്ട് BJP-യുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഇല്ലാതിരുന്നു. ആ ആത്മവിശ്വാസമില്ലായ്മയുടെ പേരാണ് ഇടതുപക്ഷം. എന്നാൽ UDF-നോടും കോൺഗ്രസിന്റെ പിന്തുണ പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം പറയുന്നു 5000 വോട്ട് BJP-യിൽ നിന്ന് എനിക്ക് കിട്ടും. ഈ ആത്മവിശ്വാസത്തിന്റെ പേരാണ് UDF-ഉം BJP-യും തമ്മിലുള്ള ഡീൽ എന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. മറുപടി പറയേണ്ടി വരും. പക്ഷേ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചാണ്. വാടക വീട് കിടന്നുറങ്ങിയവന് കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള 4.25 ലക്ഷം വീട് കിട്ടിയത്, അവന്റെ വരുമാന സർട്ടിഫിക്കറ്റിനും ജാതി സർട്ടിഫിക്കറ്റിനും ക്യൂ നിൽക്കാതെ വീട്ടിൽ നിന്ന് K-സ്മാർട്ട് വഴി അതവന് ലഭ്യമായത്, ചോർന്നലിക്കാത്ത പള്ളിക്കൂടങ്ങൾ അവന് കിട്ടിയത്, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അവന് കിട്ടിയത്, അവന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായത്, അവന് മുടങ്ങാതെ പെൻഷൻ കിട്ടിയത്, ഇതൊന്നും കേരളത്തെ ചർച്ച ചെയ്യാൻ സമ്മതിക്കൂല. പണ്ട് കുതിരവട്ടം പപ്പു ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ചത്താലും ഞാനത് പറയൂലടാ എന്ന് പറയുന്ന മട്ടിലാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. വികസനം പറഞ്ഞാൽ പരാജയപ്പെടുമെന്ന് ഭയക്കുന്നു പ്രതിപക്ഷം എന്നുള്ളതാണ് എന്റെ ടേക്ക്. പൊരിഞ്ഞ പോരോ എന്നാണ് ചോദ്യം. പൊരിഞ്ഞ പോരാണെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ പൊരിഞ്ഞ പോരിൽ പ്രതികരണങ്ങളും പ്രയോഗങ്ങളും ഒക്കെ പരിധി വിടുന്നു എന്നിടത്താണ് ഒരു പ്രശ്നമുള്ളത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഈ RSS-ഉമായുള്ള ബന്ധം, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. RSS എത്ര കാലം മുമ്പ് തന്നെ ടാർഗറ്റ് ചെയ്തതാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഉറപ്പായിട്ടും ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങിയത്. പിന്നീട് ഈ RSS-ഉമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത്, ചോദ്യമല്ല അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു, RSS ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്തിട്ടുള്ള തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം അദ്ദേഹം ഈ പറയുന്ന നേരത്തെ വലിയ വിമർശനം വന്ന സുധാകരനെതിരെ നടത്തിയ പ്രയോഗം അദ്ദേഹം പറയുന്നുണ്ട്. രാഷ്ട്രീയ ചെറ്റത്തരം ഞാൻ ചെയ്യില്ല എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത 2006 പരിപാടിയുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കും, ഒരുപാട് സംവാദങ്ങളിൽ പങ്കെടുക്കും, ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കും. ആ പരിപാടികൾ ഓർമ്മയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പോൾ ഞാനിത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഒരു മറുപടി നൽകാത്തതെന്ന ഒരു സംശയം ഞാൻ ചോദിക്കുമ്പോൾ ഈ പറയുന്ന നോട്ടീസ്, ആ പരിപാടിയുടെ നോട്ടീസ് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു, എന്നാലാണ് അതൊരു ക്ലാരിറ്റി കിട്ടുക, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്, ആ നോട്ടീസ് എൻ്റെ കയ്യിലുണ്ട്. നോട്ടീസ് നിങ്ങൾക്കൊക്കെ കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. വാദവും മുന്നണി രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ഒരു സംവാദമായിരുന്നു. ആ സംവാദത്തിലേക്കാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. ആ സംവാദത്തിന്റെ ഉദ്ഘാടകനായിട്ടാണ് ക്ഷണിച്ചത്.
ഇവിടെ ആർ വി ബാബു പറയുന്ന വാദങ്ങൾ ശരിയാണ് എന്ന് CPM ആവർത്തിച്ച് പറയുന്നതിലൊരു കുഴപ്പമുണ്ട്. കാരണം ആർ വി ബാബു അവിടെ നടത്തിയ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തനിക്കെതിരെ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പറയുന്നു. അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ആ നോട്ടീസിൽ പറയുന്നത് 2006 ഡിസംബർ 31 ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ഗവൺമെന്റ് LP സ്കൂൾ മനക്കപ്പടിയിലാണ് ഈ പരിപാടി നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സംവാദ പരിപാടികളിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിക്കാറുണ്ട്. അങ്ങനെ എല്ലാ നേതാക്കളും പല സംവാദങ്ങളിലും പങ്കെടുക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉദാഹരിച്ച ഒരു കാര്യം, KV തോമസ് നേരത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരിക്കുമ്പോൾ CPM വിളിച്ച പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് നമുക്ക് ഓർമ്മയുള്ള ഏത് ഘട്ടത്തിലാണെന്നുള്ളത്. അതേപോലെ തന്നെ ഈ അടുത്ത കാലത്താണ് CPMന്റെ ഒരു പരിപാടിയിൽ RSS സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്, RSS സംഘടിപ്പിക്കുന്ന, അതാണ് ഞാൻ പറഞ്ഞത്. RSS പല വിഷയങ്ങളിലും ചർച്ചകൾക്ക് വിവിധ രാഷ്ട്രീയ നേതാക്കളെ വിളിക്കാറുണ്ട്. ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ട്, നമ്മൾ മാധ്യമപ്രവർത്തകരെ വിളിക്കാറുണ്ട്. നമ്മൾ പോകണോ വേണ്ടി എന്നുള്ള വേറെ കാര്യം, ആ വിഷയം നോക്ക് പറയട്ടെ ആ വിഷയം എന്താണ്? മതമൗലികവാദവും മുന്നണി രാഷ്ട്രീയം എന്നുള്ള വിഷയമാണ്. അതിൽ തൻ്റെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയാണെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിൽ സംശയിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ CPMന്റെ പരിപാടിയിൽ കഴിഞ്ഞ ഒരു പരിപാടിയിൽ ശശി തരൂരിനെ ക്ഷണിച്ചു. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ പരിപാടികളിൽ പോയി നമ്മുടെ നിലപാട് പറയുക. 2013 അത് തന്നെയാണല്ലോ P പരമേശ്വരന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്തും തൃശ്ശൂരിൽ VD സതീശൻ ചെയ്തത്. അതിന് മുമ്പത്തെ പരിപാടി എടുത്തുകൊണ്ട് അതിൽ ആ വിളക്ക് കൊളുത്തുന്ന ചിത്രം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായിരുന്നത്. അപ്പം അങ്ങനെ ഉയർത്തുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി വിശദീകരിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ഭാഷയിൽ നുണ എന്ന പ്രയോഗം പറയാവുന്ന ഒരു കാര്യം എന്നുള്ളത് ആ പരിപാടി നടക്കുന്നത് ഫെബ്രുവരിയിലാണ് എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ട് മുൻപത്തെ മാസം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് RSS വോട്ട് പിടിക്കാനാണ് എന്ന ആരോപണം ഉയർത്തുമ്പോൾ അതിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കിൽ പറയുന്ന നുണ എന്ന പ്രയോഗം അതിൽ വരികയാണ്. അപ്പോൾ രാഷ്ട്രീയ നുണ അവിടെ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളായി നമുക്കറിയാവുന്നതാണ്. നിലമ്പൂർ ഇലക്ഷന് തൊട്ട് മുമ്പ് നടത്തിയ MV ഗോവിന്ദന്റെ പ്രതികരണം RSSുമായി സഹകരിച്ചിട്ടുണ്ടെന്ന്. ഈ പറഞ്ഞ അടിയന്തരാവസ്ഥ കാലത്താണ്. RSS ഉണ്ടോ എന്ന് ചോദിച്ചാൽ RSS അപ്പോൾ ഇല്ല. നമുക്കറിയാം ജനസംഘം അത് ജനതാ പാർട്ടിയുമായിട്ടാണെന്നുള്ള അറിയാം. പക്ഷേ RSS എന്ന് തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ആ പ്രയോഗം എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ കുഴപ്പമുണ്ടാക്കിയെന്ന് CPM സംസ്ഥാന സമിതി തന്നെ വിലയിരുത്തുകയും അവിടെ വലിയ രീതിയിൽ MV ഗോവിന്ദനെതിരെ വിമർശനം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ RSSന്റെ വോട്ട് ചില ഘട്ടങ്ങളിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രതികരണം വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കാം. അതും എൻ്റെ കയ്യിൽ ഓഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ഘട്ടങ്ങളിൽ അത്തരം പിന്തുണകൾ നേടുന്നതിനൊക്കെ അതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിൻ്റെതായ രാഷ്ട്രീയ സമവാക്യങ്ങളുമുണ്ട്. ഇപ്പോൾ എടുക്കുന്ന നിലപാടാണ് ഏറ്റവും പ്രധാനം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി PM ശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിനിധി ജേസൺ ചോദിക്കുന്ന ചോദ്യത്തോട് രോഷത്തോടെയാണ് പ്രതികരിച്ചത്. PM ശ്രീയെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനേ താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ തരത്തിൽ BJPയുമായി ഡീലുണ്ട് എന്ന് പറയുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണമാണ് PM ശ്രീ. അതിൽ ഒരുപക്ഷം നേരത്തെ മറുപടി പറഞ്ഞാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്നതല്ല. ഇപ്പോൾ ആ ചോദ്യം വരുമ്പോൾ ഇപ്പോഴും മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ തരത്തിലുള്ള ഒരു ആരോപണമാണ് PM ശ്രീയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുമ്പോൾ MABയൊക്കെ അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, അതങ്ങനെ അവസാനിപ്പിച്ചല്ലോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഷോക്കുണ്ട്. അത് ചെയ്തത് ഒരു അബദ്ധമായി എന്നുള്ള തോന്നലുണ്ട്. അത് വലിയ തിരിച്ചടിയായ എന്ന വിലയിരുത്തലുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് PM ശ്രീയെക്കുറിച്ച് അദ്ദേഹം മിണ്ടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ സമീപകാല ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ കൗതുകരമായ തോന്നിയ ഒരു കാര്യം, ഇന്ന് MABB പറയുകയാണ്, ഈ പറയുന്ന ഈ രാഷ്ട്രീയ ചട്ടത്തരം എന്ന പ്രയോഗം അതുമായി ബന്ധപ്പെട്ട CPMലെ പല നേതാക്കളുടെയും അഭിപ്രായങ്ങൾ തേടുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്, പറയാനുള്ളത് കുറിക്കൊള്ളാൻ ഉപയോഗിച്ച ഒരു പ്രയോഗമാകാമെന്ന്. ഇങ്ങനെയൊരു പ്രയോഗത്തിലാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടേണ്ടി വന്നത്. നമുക്കറിയാവുന്നതാണ് NK പ്രേമേന്ദ്രനുമായുള്ള തെരഞ്ഞെടുപ്പിൽ ആ സമയത്താണ് പരനാറി പ്രയോഗം നടത്തുന്നത്. അത് MABBയെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ പ്രയോഗമാണെന്ന രൂപത്തിൽ പോലും അന്ന് ചർച്ചകളുണ്ടായതാണ്. അപ്പോൾ MABB ഇപ്പോൾ പറയുന്നത് കുറുക്കിക്കൊള്ളാൻ വേണ്ടി നടത്തിയ പ്രയോഗമെന്നാണ്. അതൊരു കൗതുകത്തിന് വേണ്ടി ഞാനിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ RV ബാബു പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്ന രൂപത്തിൽ ഒരു വ്യാഖ്യാനം കൊണ്ടുവരുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. ഡീലുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ശരിയാണ്, ഇപ്പോൾ എല്ലായിടത്തുനിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവിടെയും ഡീലുണ്ട് എന്ന് പറയുമ്പോൾ ആ ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ മുന അല്പം ചോരുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണത് ഉന്നയിക്കേണ്ടത്. നിങ്ങൾക്ക് കൃത്യമായ തെളിവുകളുടെയും കൃത്യമായ വാദങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഉന്നയിക്കുന്നതെന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് ഈ 2020 കിട്ടിയിരിക്കുന്ന BJP ജയിക്കുന്ന സ്ഥലങ്ങളിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് സംശയമായി തോന്നുന്ന കാര്യം. ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകം ഇതാണ്: തന്ത്രങ്ങളുണ്ട് ഞങ്ങളത് പരസ്യമാക്കില്ല എന്നാണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില തന്ത്രങ്ങളുണ്ട്, സീറ്റ് നൽകുന്നതിൽ ചില തന്ത്രങ്ങളുണ്ട്, അതിപ്പോൾ വെളിപ്പെടുത്തില്ല, തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമാകുമെന്നുള്ള. അപ്പോൾ ആ തന്ത്രം എന്താണ് എന്ന സംശയം സ്വാഭാവികമായി വരാം. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഇതിൽ BJPക്ക് ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്നില്ല. BJPക്ക് കോൺഗ്രസ് രഹിത, കോൺഗ്രസ് മുക്ത ഭാരതമാണ് ലക്ഷ്യം. അപ്പോൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് CPMും കോൺഗ്രസും
ക്ഷമിക്കണം, CPM ഉം BJP യും ഒരുപോലെ നീങ്ങുമ്പോൾ അവിടെ ചില നീക്കുപോക്കുകൾ ഉണ്ടാകുമോ എന്ന് സ്വാഭാവികമായി സംശയിക്കാം. എന്തായാലും ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, സാമുദായിക നേതാക്കളെ അല്ലെങ്കിൽ സഭകളുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാവരും വലിയ രീതിയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോലും അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കാന്തപുരം AP വിഭാഗത്തിന്റെ പിന്തുണ ആർക്കാണ് എന്നുള്ള സൂചന ഇപ്പോൾ നൽകുന്നു. ചില കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്. സഭയിൽ നിന്ന് ഇന്ന് പ്രതികരണം വന്നിട്ട് ഭരണമാറ്റം വേണമെന്നുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോൾ പലയിടത്തായി ഭരണവിരുദ്ധ വികാരം പല തലത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പല ഘട്ടങ്ങളിൽ പറഞ്ഞ പോലെ ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ വികസനമല്ലേ, സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ എന്ന് പറയുമ്പോൾ അതും പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ തുടക്കത്തിൽ ഇത് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, കേരളത്തിൽ എപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാലും ഇവിടെ രാഷ്ട്രീയ ചർച്ചകൾ മറ്റ് വിഷയങ്ങൾ തട്ടിയാണ് നിൽക്കുക. പക്ഷേ പ്രതിഫലിക്കുക ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ രാഷ്ട്രീയ പോരിൽ, തിരഞ്ഞെടുപ്പ് പോരിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വലിയ രീതിയിൽ നടക്കാറുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഖേദകരമായി തോന്നിയത് എളമരം കരീമിന്റെ പ്രതികരണമാണ് കേട്ടോ. MK മുനീർ എന്ന രാഷ്ട്രീയ നേതാവ്, ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം അസുഖബാധിതനാണ്. അദ്ദേഹത്തിന് സീറ്റ് നൽകാതിരുന്ന പല മുതിർന്ന നേതാക്കളെയും ഒഴിവാക്കിയതുപോലെ തന്നെ MK മുനീറിനും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന് എളമരം കരീം പറഞ്ഞ വാദം നോക്കൂ. ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത് കൊണ്ടാണ് എളമരം കരീമിന് സീറ്റ് നൽകാതിരുന്നത്. വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ MK മുനീറിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ലീഗാണത്രേ. ലീഗ് അവസാന ഘട്ടത്തിൽ എന്തുകൊണ്ട് നേരത്തെ വിളിച്ചില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി തന്നെ വിളിച്ചു ചോദിച്ചെന്നും ആ വീടിന്റെ കടം അപ്പോൾ തന്നെ കൊടുത്തു തീർത്തു എന്നും അദ്ദേഹം അനുസ്മരിക്കുന്ന നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ സംസാരിച്ചാണല്ലോ MK മുനീറുമായിട്ട്. അപ്പോൾ ഇത്തരം രാഷ്ട്രീയ നുണകൾ ഈ തരത്തിൽ പ്രയോഗിക്കുന്നത്, ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ജമാഅത്തെ വാദം ഉന്നയിക്കുന്നത്. എന്താണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ നേട്ടം, എന്താണ് സംഭവിക്കുക അതുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പോളറൈസേഷനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കാം. അത് ആത്യന്തികമായി ആരെ സഹായിക്കും എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിൽ, അതായത് BJP ഒഴിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികൾ വളരെ ഗുരുതരമായി തന്നെ, ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ്. പോരുണ്ട്, ആ പോരൊക്കെ നല്ലത് തന്നെയാണ്. പോരിന് ഇപ്പോൾ 11 ദിവസമേ ഉള്ളൂ. ശക്തമായ പോര് തന്നെ നടത്തേണ്ടത്. പക്ഷേ ഏറ്റവും ഭംഗിയായ രീതിയിൽ നടത്താവുന്ന പോര് ഏത് രൂപത്തിലേക്ക് പരിണമിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ്. പിരിഞ്ഞു പോരാട്ടം കേരളത്തിൽ പൊടിഞ്ഞ പോരാട്ടമാണ് എന്നുള്ള കാര്യത്തിന് ആർക്കും സംശയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളിയാണ് ഇപ്പോഴത്തെ ഈ ഡീൽ ആരോപണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ആരാണോ ശരിക്കും ഈ ഡീൽ ആരോപണം മുന്നോട്ട് വെക്കുന്നത്, അവർ കേരള ജനതയോട് ഒരു ദിവസം മാപ്പ് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം വ്യക്തമായ തെളിവില്ലാതെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പറയുന്നത്. നമുക്ക് ഈ സുനിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ മണ്ഡലങ്ങൾ ഓരോന്നെടുത്ത് നോക്കിക്കേ. ഒരു മണ്ഡലത്തിലും വ്യക്തമായ ഡീൽ ആരോപണം ഉന്നയിക്കാനേ പറ്റത്തില്ല. ഇപ്പോൾ പാലക്കാട് തുടങ്ങിയിട്ടാണ്, പാലക്കാടില്ല, മഞ്ചേശ്വരത്തില്ല, തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട BJP ജയിക്കുന്ന ഒരു മണ്ഡലങ്ങളിലും അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ പിന്നെ എന്താണ് ഈ ഡീൽ ആരോപണം എന്ന് പറയുന്നത്? അതൊറ്റയാവുള്ളൂ. ഈ പറയുന്ന ന്യൂനപക്ഷം വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറൊരു ഉദ്ദേശം ആ കാര്യത്തിനകത്തില്ല എന്നുള്ളതാണ്. അത് ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനപ്പെട്ട. മുസ്ലിം വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് ആർക്ക് ഗുണം ചെയ്യും? ഹിന്ദു വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് ആർക്ക് ഗുണം ചെയ്യും? ക്രിസ്ത്യൻ വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ഓരോ മുന്നണികളും അവർക്കനുസരിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ നോക്കി അതിനനുസരിച്ച് വാക്കുകൾ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പല ആൾക്കാരും, ഞാൻ പല മണ്ഡലങ്ങളിൽ ഡീലാരോപണം പറയുന്ന സ്ഥാനാർത്ഥികൾ അവർ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു ഞാൻ തോക്കാൻ പോവാണ് എന്നുള്ള നിലയ്ക്കാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ഈ കോൺഗ്രസ് ഡീലാരോപണം പറയുക. ഇപ്പോൾ പാലക്കാട് എന്തിനാ ഇപ്പോൾ ഡീലാരോപണം പറയുന്നത്? അവിടെ ആരോപണം പറഞ്ഞുകൊണ്ട് എന്താ ഇപ്പോൾ സംഭവിക്കാനുള്ളത്? അവിടെ പറയേണ്ട കാര്യം സത്യം പറയില്ല, പക്ഷേ അവിടെ വന്നിട്ട് പറയുകയാണ്. തിരുവനന്തപുരത്ത്, നേമത്ത് ഡീലാരോപണം പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അവിടെ നമുക്ക് പറയാം, ഇപ്പം ത്രികോണ മത്സരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു മണ്ഡലം നേമമാണ്. ത്രികോണ മത്സരം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അവർക്ക് ഒരാൾക്കും എഡ്ജുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ കഴിയത്തില്ല. നല്ല രീതിയിൽ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, അവിടെ പോയിട്ട് ഡീലാരോപണം പറയുകയാണ്. അപ്പം ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൂടെ എന്താണ് മറ്റുള്ള മണ്ഡലങ്ങളിൽ വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പോരാട്ടമാണ്. മനസ്സിലായി? കേരളത്തിൽ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട എന്ന അഭിപ്രായം ആർക്കാണുള്ളത്? അത് കോൺഗ്രസിനാണുള്ളത്. കോൺഗ്രസ് എന്താണ്, വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. ഇപ്പം VD സതീശൻ ഗോവാദ്കറുടെ ജനശതാബ്ദി ആഘോഷത്തിൽ പോയി വിളക്ക് കത്തിച്ചു എന്നുള്ളത് അത് ശരിയായ കാര്യമല്ലേ? അങ്ങനെ ഇല്ലാത്തതുണ്ടോ? അത് എന്തിന് ചെയ്തു? RSSൻ്റെ വേദിയിൽ വിളിച്ചപ്പോൾ എന്തിന് പോയി? അതിന് മറുപടി പറഞ്ഞാൽ മതി. എന്തിന് RSSൻ്റെ വേദിയിൽ വിളിച്ചിട്ട് പോയി? അപ്പോൾ അത് നിങ്ങൾ പോയില്ലേ എന്ന് ചോദിക്കുന്ന മറുപടി അതല്ല. അങ്ങനെ കേരളത്തിൽ പല ആൾക്കാരും BJP പോയിട്ടില്ലേ? കുറേ ആൾക്കാരും RSSൻ്റെ ഭാഗമായിട്ടില്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSSൻ്റെ ശാഖ നടക്കുന്നത് കേരളത്തിലല്ലേ? അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ ശാഖയില്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. RSS അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാത്ത പ്രശ്നം കേരളത്തിലുണ്ടോ? RSS നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് എത്ര ആൾക്കാർ കോൺഗ്രസിൽ നിന്ന് പോയിട്ടുണ്ട്, എത്ര ആൾക്കാർ BJP നിന്ന് പോയിട്ടുണ്ട്?
അപ്പം ഈ പറയുന്ന CPM ഒന്നും പോയിട്ടില്ലേ? പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ എന്തിനു പോയി എന്നുള്ളതിന് മറുപടി പറഞ്ഞാൽ മതി. BJP RSSന്റെ വേദിയിലേക്ക് എന്നെ വിളിച്ചു, ഞാൻ പോയി. അവിടെ കുനിഞ്ഞു നിന്നാണോ പിന്നെ വിളക്ക് കത്തിച്ചത്, നേരെ നിന്നാണോ വിളക്ക് കത്തിച്ചത്, ഗോവാത്കറെ ഞാൻ കണ്ടില്ല എന്നൊന്നല്ലല്ലോ പറയുന്നത്. RSSന്റെ വേദിയിൽ ഈ പറഞ്ഞ എന്താണ് മതമൗലികവാദത്തെക്കുറിച്ച് ക്ലാസ് എടുക്കേണ്ട ഗതികേട് VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നോ? അതിന് മറുപടി പറഞ്ഞത് അതാണ് പറയേണ്ടത്. അത് പറയാതെ വന്നിട്ട് എന്താ പറയുകയാണ്, അയ്യോ ഞങ്ങൾ അങ്ങനെയായി ഇങ്ങനെയായി. കണ്ണുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കിയാൽ കേരളം മുഴുവൻ ഇരുട്ടിൽ പോകുന്നില്ലല്ലോ. പി പരമേശ്വരൻ പരിപാടി അതുപോലെ അല്ല ആയിക്കോട്ടെ തന്നെ, അത് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്തിട്ടോ ചോദിക്കുമ്പോൾ അവൻ അങ്ങനെ ചെയ്തു, രണ്ട് കള്ളന്മാർ പറയുന്നതിന് തുല്യമാണ്. നിങ്ങൾ ചെയ്ത ഒരു ബിനോയ് വിശ്വ പറഞ്ഞൊരു കാര്യമുണ്ട് സ്മൃതി മേഡം, എന്താണെന്നറിയോ? ഈ പറഞ്ഞ പൂരപ്പറമ്പിന്റെ കണ്ടല്ല സ്വഭാവമുണ്ട്. കട്ടതിന് ശേഷം ഉള്ളിൽ വന്നിട്ട് പറയുന്നത് കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറയുന്നൊരു സംവിധാനമുണ്ട്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഗോവാത്കറുടെ ചിത്രത്തിന് മുൻപിൽ തിരിതെളിച്ചോ എന്നുള്ള ചോദ്യത്തിന് തിരിതെളിച്ചു ചെയ്തു. എന്തുകൊണ്ട് ചെയ്തു, എന്തിന് ചെയ്തു എന്ന് മറുപടി പറഞ്ഞാൽ മതി. അതിന് നിങ്ങൾ അവിടെ ചെയ്തില്ല എന്ന് പറയുന്നത് എന്ത് യോജിക്കാനുള്ളത്? അതെന്ത് ലോജിക്കാ? ഇദ്ദേഹം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. അതിന് നിങ്ങൾ അങ്ങനെ 1977 തന്നെയായി പറയുന്നത്. 2013 ആരും പറഞ്ഞിട്ടില്ലല്ലോ. 2006 പ്രതിപക്ഷ നേതാവ്. അതാണ് ഇതിന്റെ പ്രശ്നം. അന്ന് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അന്നത്തെ സംവിധാനത്തിൽ കണക്കാക്കിയാൽ മതി. അന്നത്തെ സംവിധാനത്തിൽ രണ്ടാമത് MLA ആയി വരുന്ന VD സതീശനെ സംബന്ധിച്ചോളം ജയിച്ചു വരിക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ. അല്ല ഞാൻ ഭാവിയിൽ പ്രതിപക്ഷ നേതാവും, ഭാവിയിൽ ഞാൻ മുഖ്യമന്ത്രിയാവും, അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ കേന്ദ്രമന്ത്രിയാവും വിചാരിച്ചിട്ടൊന്നല്ലോ. അങ്ങനെ ഇത് 2006 ഈ പറഞ്ഞ അതേ സ്വഭാവമല്ല. ഈ പറയുന്ന സംവാദമാണ്. അല്ലല്ല, എനിക്ക് ചോദ്യമുണ്ട് സ്മൃതി. ആൻസോട് സമയം കഴിഞ്ഞാൽ എനിക്ക് സമയം തരാം. ഞാൻ പറയുന്നത് ഈ പറയുന്ന RSSനെ സംബന്ധിച്ചിടത്തോളം ഗോവാത്കറുടെ ജനശതാബ്ദി ആഘോഷത്തിൽ പോയി പങ്കെടുക്കുന്ന എന്തു റോളാണ് VD സതീശനുള്ളത്? പറഞ്ഞാൽ മതി. അത് RSS ക്ഷണിച്ചിട്ടാണ്. അവിടെ ചിലപ്പോൾ മതമൗലികവാദമോ രാഷ്ട്രീയമോ, അവിടെ ചിലപ്പോൾ പിന്നെന്താണ് ഇന്ത്യക്ക് ബോംബ് വെക്കുന്നതൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുപ്പിന് മുൻപ് അങ്ങനെയല്ല, തെരഞ്ഞെടുപ്പിന് ശേഷമോ മുൻപോ എന്നുള്ളതല്ല. എന്തിന് RSSന്റെ വേദിയിൽ പോയി RSSന് വേണ്ടിയിട്ട് മറുപടി പറഞ്ഞു? RSSന്റെ ആൾക്കാർക്ക് ക്ലാസ് എടുക്കേണ്ട ഗതികേട് കേരളത്തിൽ ഒരു കോൺഗ്രസ് MLA ഉണ്ടോ? പ്രതിപക്ഷ ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ പി പരമേശ്വരൻ മരിച്ചു. പിണറായി വിജയൻ പറഞ്ഞ വാദങ്ങൾ എനിക്ക് കേൾക്കണ്ട. 2006 RSS ക്ഷണിച്ച വേദിയിൽ പോയതിന്റെ ഞാൻ പറയട്ടെ, ഞാൻ പോയത് തെറ്റാണെന്നുള്ളത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞാൽ എന്താ പ്രശ്നം? അതെങ്ങനെയാണ് സംവാദത്തിൽ പങ്കെടുക്കുന്നത്? എങ്ങനെയാണ് സ്വന്തം പാർട്ടിയുടെ കാര്യം നിലപാടാണ് പറയുന്നത്. RSSന്റെ ക്ലാസ് എടുക്കേണ്ട എന്ത് ഉത്തരവാദിത്ത VD സതീശൻ പ്രതിപക്ഷം? അത് ശരി. ഇത്തരം ചർച്ചകൾ ക്ലാസ് എടുക്കുകയല്ല. കോൺഗ്രസിന്റെ നിലപാട് അവിടെ പോയി വിശദീകരിക്കുക. കോൺഗ്രസിന്റെ നിലപാട് RSS വേദിയിലാണ്. വിഷയം എന്താണ്? ഗോൾവാൾക്കറുടെ മുൻപിൽ വിളക്ക് കത്തിച്ച വേറെ ഒരു നേതാവിനെ ഗോൾവാൾക്കറുടെ മുന്നിലേക്ക് പോയി വിളക്ക് കത്തിക്കല്ല, അയാളുടെ പടം പുറകിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് RSS വേദി പോകേണ്ടത്. കേരളത്തിലെ ഗവർണർ ഈ പറഞ്ഞ ഭാരതാംബയുടെ ചിത്രം വെച്ചപ്പോ ഇറങ്ങി പോകുന്നുണ്ട് ആ നേതാക്കന്മാര്. എന്താ ഇറങ്ങി പോകുന്നത്? നിലപാടാണ്. ഈ നിലപാട് VD സതീശൻ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല ഞാൻ എന്റെ വാദം പൂർത്തീകരിക്കാം. ഒറ്റ മിനിറ്റ്. പി പരമേശ്വരൻ ഞാൻ പറയട്ടെ. പി പരമേശ്വരനും നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? പി പരമേശ്വരനിൽ നമ്മുടെ VS അച്യുതാനന്ദൻ പങ്കെടുത്ത അതേ പരിപാടിയിൽ ഈ പറഞ്ഞ പിന്നെന്താണ് VD സതീശൻ പങ്കെടുത്തു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അത് കേരളത്തിലെ ആൾക്കാർക്ക് അറിയാം. നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഞാൻ ചോദിക്കുന്നതല്ല. 2006 അതിന് മുൻപ് ഈ പറയുന്ന VD സതീശൻ പോയി ഈ ഗോവാത്കറുടെ മുന്നിൽ പോയി വിളക്ക് കാണിച്ച് RSSന്റെ ക്ഷണം സ്വീകരിച്ച് ഈ RSSകാർക്ക് ക്ലാസ് എടുക്കേണ്ട എന്ത് ഗതികേടിൻ്റെ എന്ത് കാര്യം കേരളത്തിലുണ്ടായിരുന്നത്? അത് പറഞ്ഞാൽ മതി.
അതിനെക്കുറിച്ച് പറയണ്ട. 2004 ഗുജറാത്ത് കലാപം ഉണ്ടായിട്ട് വെറും 4 വർഷം കഴിഞ്ഞപ്പോൾ ഈ പരിപാടി പങ്കെടുത്തത് എന്തിനാണെന്ന് പറഞ്ഞാൽ മതി. അത് പ്രതിപക്ഷം ചോദിക്കും. അതാണ് പറയുന്നത്, അതാണ് കേരളത്തിലെ ഇടതുപക്ഷം പറയുന്നത്. ഈ പറയുന്ന RSSുമായി കോൺഗ്രസിന് ഡീലുണ്ടെന്ന്. ആ ഡീലിൻ്റെ ഒരു ഉദാഹരണം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ ഉദാഹരണം കാണിക്കുന്നത് ഈ ഡീല് മുന്നോട്ട് വെച്ചത് ഇടതുപക്ഷം അല്ല കേട്ടോ. ഇത് ഡീല് മുന്നോട്ട് വെച്ചത് CPM അല്ല. ഈ ഡീല് മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഡീലുണ്ട്, BJPയും CPMും തമ്മിൽ കേരളത്തിൽ ഡീലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഗണ്ണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മറുപടിയില്ല. അതാണ് കാര്യം. ആ മറുപടി ഇല്ല. പിന്നെ ഒരു കാര്യം പോയിന്റുകൾ കുറച്ച് വരും, ഇങ്ങനെ പടപടാതെ പോയിന്റ് വരും. ഒരു മിനിറ്റ് അത് പറയാം, തിരക്കൂട്ടല്ലേ. ഞാൻ പറയുന്നത് കേരളത്തിലെ ഈ 3 മുന്നണിയുടെ കാര്യം പറയട്ടെ. കേരളത്തിൽ ഈ എത്ര ദിവസമുണ്ട് ഈ പറഞ്ഞ ഇലക്ഷന് വേണ്ടിയിട്ട്? എത്ര ഇലക്ഷൻ? 11 ദിവസമല്ലേ ആയുള്ളൂ. 11 ദിവസമുള്ളൂ. ഈ 3 മുന്നണി എന്താ ഈ പ്രകടന പത്രിക മുന്നോട്ട് വെക്കാത്തത്? കേരളത്തിലെ രാഷ്ട്രീയം എന്താ? കേരളത്തിലെ രാഷ്ട്രീയം എന്താ? കോൺഗ്രസിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയം എന്താ? ഈ 5 പിന്നെ എന്താണ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ? 5 ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ. BJP എന്താ മുന്നോട്ട് വെക്കാത്തത്? കോൺഗ്രസ് പ്രകടന പത്രികയല്ല കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്? കേരളത്തിലെ വികസനത്തെക്കുറിച്ച് അറിയണം. കേരളത്തിൽ മുന്നണികൾ വന്നാൽ എന്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്യും എന്നുള്ള കാര്യം അറിയണം. ഇതുവരെ ആൾക്കാരും പുറത്തു വന്നിട്ടില്ലല്ലോ. 3 മുന്നണികളും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? 3 മുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇതാ, ഡീല് ഡീല് ഡീല്. ആർക്ക് വേണ്ടിയിട്ടാണ് ഡീല്? ആർക്ക് വേണ്ടിയിട്ടാണ് ഡീല്? കേരളത്തിലെ ജനങ്ങളെ ഇത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണോ കേരളത്തിലെ ഏത് പറയുന്നത്? ഇതാ ഈ പറഞ്ഞ ജനങ്ങൾക്ക് ഒരു പേടിയുണ്ടെന്നേ. എന്താ പേടി? ആ പേടി എന്ന് പറയുന്നത് ഈ മതഭീകരവാദം കേരളത്തിൽ നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളൊരു പേടിയുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആരുടെ കൂടെ നിൽക്കണമെന്ന് കേരളത്തിൽ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ടത്. ആ ധാരണയ്ക്കാണ്, ആ ധാരണയെ വെച്ചിട്ട് ആ ധാരണനെ കൺസോൾട്ടേറ്റ് ചെയ്ത് എൻ്റെ ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് കേരളത്തിലെ ഏത് പാർട്ടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. അത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ആ ധാരണ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയോ, എന്താണ് ചോദ്യമുണ്ട് സ്മൃതി. പറഞ്ഞോളൂ. ചോദ്യം ഇതാണ്, VS അച്യുതാനന്ദൻ പങ്കെടുത്ത പരിപാടി അത് ഏത് പരിപാടിയായിരുന്നു? ആ പരിപാടി സംഘടിപ്പിച്ചത് ഭാരതീയ വിചാര കേന്ദ്രമായിരുന്നില്ലേ? ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച ആ പരിപാടിയിൽ അന്ന് VS അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗം സ്മൃതിയുടെ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ ആ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഒരു ഭാഗം മാത്രം, ഒറ്റ വാചകം വായിക്കും, ദീർഘമായ ഒരു പ്രസംഗമാണ്. അതായത് വിവേകാനന്ദനെ കുറിച്ച് അന്ന് എഴുതിയ, അല്ലല്ല തർക്കമുണ്ട്, അത് രണ്ടും സമീകരിച്ചു. അല്ലല്ല അത് സ്മൃതി സമീകരിക്കാൻ പാടില്ല. അത് രണ്ടും രണ്ടാണെന്ന് സ്മൃതി അംഗീകരിച്ചാൽ മതി. അതിന് ഒറ്റ വാചകം ഞാൻ പറയാം. ഒരു നിമിഷം. ഇല്ല, എനിക്ക് അല്ലല്ല, രണ്ടും രണ്ടാണ്. അത് സംബന്ധിച്ചാൽ മതി. 2006 ഡോക്ടർ അരുൺ, തർക്കമില്ല. ആദ്യത്തെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ എന്തുകൊണ്ട് പങ്കെടുത്തു എന്നുള്ളതല്ലേ ആ പങ്കെടുത്തതിന്റെ ഒന്നാമത് പങ്കെടുത്തിട്ടില്ല എന്ന അവസരമല്ലേ? അതെ, അങ്ങ് പറഞ്ഞ അങ്ങയുടെ ചോദ്യമാണ്. ശരി, ചോദ്യം ചോദിച്ചു തീർക്കട്ടെ. ശരി, പൂർത്തിയാക്കും. എന്റെ ചോദ്യം ഇതാണ്, 2006 2013 2 പരിപാടികളാണ്. 2013 പരിപാടിയിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഓഫീസിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ അന്ന് P. പരമേശ്വരൻ എഴുതിയ പുസ്തകത്തിന്റെ സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന പുസ്തകത്തെക്കുറിച്ച് VS അച്യുതാനന്ദൻ പറഞ്ഞ ദീർഘമായ സെന്റൻസ് ഉണ്ട്. അതിൽ ഒരൊറ്റ ഭാഗം, പരമേശ്വരന്റെ വീക്ഷണത്തിലുള്ള വിവേകാനന്ദനെ മാത്രമല്ല മറിച്ചുള്ള വീക്ഷണത്തിലുള്ള വിവേകാനന്ദനെയും ഈ പുസ്തകത്തിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം മുഴുവൻ അടിമുടി ക്രിട്ടിക്കലായിട്ട് നിരൂപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആ പരിപാടി. അതിലും പങ്കെടുത്തിട്ടുണ്ട് VD സതീശൻ. എനിക്ക് അതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ VD സതീശൻ പങ്കെടുക്കണം, കാര്യം ബൗദ്ധികമായ സംവാദമാണ്. ഇനി നേരത്തെ സ്മൃതി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ശ്രീ ഗുരുജി ജന്മശതാബ്ദി ആഘോഷ സമിതിയുടെ സംവാദ പരിപാടിയിലാണ് പങ്കെടുത്തത്. എൻ്റെ കയ്യിൽ ആ നോട്ടീസ് ഉണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് കുറച്ച് നേരമായിട്ട് തിരയാൻ ബുദ്ധിമുട്ട്. 2022 മുതൽ ഗൂഗിളിലും ഇന്റർനെറ്റിലും ഈ നോട്ടീസ് ഉണ്ട്. ഈ നോട്ടീസിൽ മതഭീകരവാദവും മുന്നണി രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ സംവാദത്തിന് ക്ഷണിച്ചു. അന്ന് CPMന്റെ ഏത് നേതാവിനെയാണ് ക്ഷണിച്ചത്? ഏതെങ്കിലും ഒരു CPM നേതാവ് ഗുരുജി ജന്മശതാബ്ദി ആഘോഷവേദിയിൽ ഈ ഗുരുജിയുടെ ഈ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ പോയി ഇതേപോലെ നിലവിളക്ക് കൊളുത്തി ഒരു സംവാദ പരിപാടിയിൽ പങ്കെടുത്തത് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? മതഭീകരവാദ സംഘടനയാണ് RSS എന്നുള്ള കോൺഗ്രസിന്റെ നിലപാട് നിലനിൽക്കെ ഗോൾവാൾക്കറിന്റെ മുന്നിൽ എന്തുകൊണ്ട് നിലവിളക്ക് തെളിയിച്ചു? അതിനുശേഷം സംവാദം സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. ശരി, ഡോക്ടർ അരുൺ ആ വാദം പറയുന്നു. ഡോക്ടർ അരുൺ ആ വാദം പറയുമ്പോൾ അതൊരു സംവാദമായതുകൊണ്ട് ആ സംവാദത്തിൽ CPMനെ കൂടി ക്ഷണിച്ചിരുന്നെങ്കിൽ VD സതീശൻ പോയതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായം അങ്ങ് പറയുന്നു. എന്നാൽ ഞാൻ വേറൊരു പരിപാടി കാണിച്ചു തരാം. ജോൺ ബ്രിട്ടാസ് മാരാരുടെ പുസ്തകം. സ്വന്തം പാർട്ടിയുടെ നിലപാട് പറയുന്നതിൽ തെറ്റുണ്ട് എന്നാണല്ലോ അങ്ങ് പറയുന്നത്. അങ്ങ് കേൾക്കൂ.
ബ്രിട്ടാസ് മാരാരുടെ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് അല്ല. പറയട്ടെ, പരിപാടി ഇതെന്താ പങ്കെടുക്കാം. എന്നെ പൂർത്തിയാക്കാൻ സൂചിക്കുന്നില്ല. സമ്മതിക്കാത്തത്? വില എന്താണ് എന്നെ കൂട്ടുന്നതിന് പൂർത്തിയാക്കാൻ സമ്മതിക്കാത്തത്? ഡോക്ടർ അരുൺ, അങ്ങ് എന്താ കേൾക്കാൻ എത്ര അസഹിഷ്ണുത എന്താണ്? അങ്ങ് കേൾക്കൂ, അങ്ങ് ആ പ്രസംഗം കേൾക്കൂ. സംഘപരിവാർ ഇല്ലില്ല. ഒരു മിനിറ്റ് അങ്ങ് കേൾക്കൂ. അപ്പുറത്ത് BJP നേതാക്കളാണോ ഉള്ളത്? അവിടെ അദ്ദേഹം പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് പറയുന്നതാണ്, സംഘപരിവാർ പത്മവ്യൂഹത്തിലേക്കാണെന്നറിഞ്ഞിട്ടും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് അടിവരയിടാനാണ്. വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഒരുമിച്ചിരിക്കാൻ കഴിയുന്നത് ഇന്ന് കേരളത്തിൽ മാത്രമാണ്. അതുകൂടി നഷ്ടപ്പെടുത്തരുത്. രാഷ്ട്രീയ സൗമനസ്യവും സൗഹൃദവും നമ്മൾ തിരിച്ചു വിളിക്കേണ്ടതുണ്ട്. ആശയപരമായും രാഷ്ട്രീയമായുമായിട്ടാണ് പോരാടേണ്ടത്. അവഹേളിച്ചും ആക്ഷേപിച്ചുമുള്ള രാഷ്ട്രീയ രീതി നമ്മുടെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല. അടിവരയിടുന്നു കേട്ടോ. സ്വന്തം രാഷ്ട്രീയ വിശ്വാസത്തെ മുറുകെ പിടിച്ചപ്പോൾ എതിർചേരിയുടെ രാഷ്ട്രീയ നേതാക്കളെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും KG മാരാർ കാണിച്ച മര്യാദ ഏവരും സ്മരിക്കുന്നതാണ്. ഇന്ന് അത്തരത്തിൽ മാരാരുടെ പിന്മുറക്കാർക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്ന് ഇവിടെ കൂടിയിരിക്കുന്നവർ ആലോചിക്കണം. അദ്ദേഹം പറയുന്നു. ശരിയാണ്, ഞാൻ ബ്രിട്ടാസ് പറഞ്ഞതിനോട് യോജിക്കുകയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴേക്കും അങ്ങനെ ഒരു അസ്പൃശ്യതയൊന്നും വേണ്ട, തൊട്ടുകൂടായ്മയൊന്നും വേണ്ട. ബ്രിട്ടാസ് ആണ് പറയുന്നത്. ബ്രിട്ടാസ് എന്താണ് ഈ പറയുന്നത്? അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ VD സതീശനും അച്യുതാനന്ദന്റെ കാര്യം പറഞ്ഞ എന്താ? ഞാൻ പറയുന്നത് അവിടെ പോയി പരിപാടിയാണ്. എന്താണ് ഈ പറയുന്നത്? RSSന്റെ കാര്യം തന്നെയാണ് ഈ പറയുന്നത്. പരിപാടിയാണോ ഇത്? RSS നടത്ത പരിപാടിയാണോ? പറ. ഈ പറയുന്ന വിചാര കേന്ദ്രന്റെ ഈ ഭാരതീയ പിന്നെന്താ വിചാര കേന്ദ്രം അങ്ങയുടെ മുടന്തൻ ന്യായം നിൽക്കില്ല. തൊട്ടുകൂടായ്മയൊന്നുമില്ല. പരിപാടിയിൽ പങ്കെടുത്ത സ്വന്തം പാർട്ടിയുടെ നിലപാട് പറയുക എന്നുള്ളതാണ്. സ്വന്തം പാർട്ടിയുടെ നിലപാട് പറയുക എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ ഇല്ല ഈ പറയുന്ന P പരമേശ്വരൻ മരിച്ച സമയത്ത് പിണറായി വിജയൻ എഴുതിയത് എന്താണ്? അഗാധ പാണ്ഡിത്യത്തോടെ ഋഷിതുല്യമായ ജീവിതം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച. അതിൽ തെറ്റില്ലെന്നേ. ഞാൻ പറയുന്നത് ഇതൊക്കെ മര്യാദയാണ്. തീയതി മാറ്റി പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണമെന്ന് പറയുന്നതാണ്. കാര്യങ്ങൾ കണ്ടെത്തുന്നതും സാമാന്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ കണ്ടെത്തുന്നതും വാർത്ത കണ്ടെത്തുന്നതും തമ്മിൽ മതഭീകരവാദ സംഘടനയുടെ ആചാര്യന്റെ മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന എന്തിനാ? മതഭീകരവാദ സംഘടനയുടെ ആചാര്യന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന എന്തിനാ? എന്താ സന്ദേശം? മാത്രമല്ല KV തോമസ് മറ്റ് പാർട്ടികളുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്ന് VD സതീശൻ ചോദിക്കുന്നുണ്ട്. KV തോമസ് അന്ന് CPMന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് തൊട്ട് പിന്നാലെ KV തോമസിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ആ പരിപാടിയിൽ പങ്കെടുത്തതിന് മാത്രമല്ല കേട്ടോ KV തോമസിനെ പുറത്താക്കി. KV തോമസ് അതിന് മുന്നേ പല പരിപാടികളും തുടങ്ങിയിട്ടുണ്ട്. CPM കോൺഗ്രസ് പോകുന്നതിൽ വ്യത്യാസമുണ്ടല്ലോ. CPMലും കോൺഗ്രസിലും പോകുന്നതിൽ RSSന്റെ പരിപാടി പോയി BJPയുടെ പരിപാടി RSSന്റെ പരിപാടി പോയി എന്താണ്? കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖയുള്ളത് ഏറ്റവും കൂടുതൽ സമീകരണമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ MLA-മാരായിരുന്ന എത്ര പേരാണ് ഇപ്പോൾ BJPയിലേക്ക് പോയിരിക്കുന്നത് കണക്കെടുത്താൽ മതി. MLA-മാരായിരുന്നവർ ഞാൻ അടിവരയിടുന്നു കേട്ടോ. BJPയിലേക്ക് പോയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് വരയ്ക്കാൻ നോക്കിയാൽ സംസ്ഥാനത്തിൽ കണക്കെടുത്ത് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം, എന്നോട് പറയണ്ട. ഞാൻ പറഞ്ഞത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് കൂടുതൽ കുറവൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിന് CPMലുണ്ട് പോവില്ല എന്നല്ലേ പറഞ്ഞത്. അത് സംഭവിച്ചു എന്നേ പറയുന്നു. പോവില്ല എന്ന് പറഞ്ഞത് സംഭവിച്ചു എന്നേ പറഞ്ഞു. ഒറ്റ കാര്യം ചോദിച്ചു. കേരളത്തിൽ CPM RSS ഡീല് ഈ ഇലക്ഷന് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവ് പുറത്തുവിടാൻ പറ്റുമോ?
ഈ ഇലക്ഷന് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അറിയാം. അല്ല, ഒരു തെളിവ് ഇങ്ങനെ എഴുതി കൊണ്ടുവരല്ലേ അതിനാണ് പച്ച മലയാളത്തിൽ നുണ എന്ന് പറയുന്നത്. അതിനാണ് നുണ പറയുന്നത് ഒരു പ്രശ്നമല്ല. അതൊരു തലക്കനമായിട്ട് കൊണ്ടാടുന്ന അപ്പുറം ഉണ്ടാവും. രാഷ്ട്രീയ ചരിത്രം എന്ന പ്രയോഗം കൊണ്ട് മുന്നോട്ട് പോകും. നന്നായി അല്ല, അതാണ് നുണ പറയുന്നതും നുണ പ്രചരിപ്പിക്കുന്നതും എന്റെ തലത്തിൽ ഹെഡ്ലൈറ്റ് ആണ് എന്ന് പറയുന്നത്. ഈ വേദിയിലെ നുണ പ്രശ്നമല്ല. പൊരിഞ്ഞ പോരോ എന്ന ചോദ്യത്തിന് 5 പേരും യെസ് എന്നാണ് പറഞ്ഞത്. ഇവിടെ പൊരിഞ്ഞ പോരാണ് നടന്നിരിക്കുന്നത്. Meet the editor.